അല്ല ഇവളെ പ്രത്യേകത എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചാടിൻ്റെ ഒപ്പം കെട്ടിച്ചാൽ ആളി നിൽക്കേണ്ട ആളൊന്നല്ല കേട്ടോ. അത്യാവശ്യം അഭ്യാസങ്ങളുണ്ടാവും. ഞാൻ ഉണ്ടായതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ ഏറ്റവും ഫാൻസ് കൂടിയ പിടിയാനായി. ഞാനെന്ന് പറഞ്ഞാൽ ഇതൊരു ആനായിട്ടല്ലേ കാണും. എനിക്കിതിൻ്റെ മോളാണ്. പിന്നെ ഇവളെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു അപ്പാന് പേടിയില്ല. ആദ്യമായിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ട്രാവല് കൊച്ചിയിലേക്കൊക്കെ? ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഞങ്ങള് കെസറാണിപ്പട്ടം വാങ്ങാനും അമ്പലങ്ങളിലും ഇങ്ങനത്തെ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഇതുപോലെ AC സെറ്റപ്പിൽ ആദ്യമായിട്ട് നിൽക്കലാണ്. സാധാരണ നമ്മളിങ്ങനെ ലൈറ്റ് ഉള്ളിടത്തൊന്നും ഇങ്ങനെ ആനേനെ. അല്ല ഇവളെ പ്രത്യേകത എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചാടിൻ്റെ ഒപ്പം കെട്ടിച്ചാൽ. എത്ര നാളായി? 4-5 വർഷം. എത്ര വയസ്സുണ്ടായിരുന്നു? ഇപ്പൊ ഒരു 10 വയസ്സ്. ഞങ്ങൾ സെയിമാ. എങ്ങനെയായിരുന്നു ബ്രോ ഈ കാവേരിനെ എടുത്തത്? എങ്ങനെയായിരുന്നു കാവേരിയുടെ അടുത്തെന്ന് പറഞ്ഞാൽ കാവേരി ഞാൻ പറഞ്ഞില്ല, കാവേരി ഒരു വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടുകാണ്ട് അങ്ങനെ എടുത്താണ് ഞാൻ. ഒരു മാസം എന്തായാലും ദിവസം പെർ 4,000 പിന്നെ ഇത് പറഞ്ഞാല് ഇതിന് ഒന്നാമൻ ഞാൻ തന്നെ ആയതുകൊണ്ട് രണ്ടാമനും മൂന്നാമനും ഉണ്ട്. 3 ആളെ ശമ്പളം വേണം. ഞാനെന്ന് പറഞ്ഞാൽ 24 hours ഭക്ഷണം കഴിക്കേണ്ട സാധനം. വെള്ളം ഒരുപാട് വേണ്ടിയല്ലേ? നീക്കോ ആദ്യമായിട്ട് കണ്ടുപിട്ടിയ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ മറ്റേ ആന എന്ന് പറഞ്ഞാല് മറ്റേ ക്ഷീണത്തിൽ നിൽക്കണം. അപ്പൊ അന്ന് എല്ലാരും പറഞ്ഞു ഈ ആന നന്നാവില്ല, പിന്നെ സ്വഭാവം നന്നാവില്ല. ആളി നിൽക്കേണ്ട ആളൊന്നല്ല കേട്ടോ. അത്യാവശ്യം അഭ്യാസങ്ങളുണ്ടാവും. ഞാൻ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്തെത്തി ദൈവം വിചാരിച്ചിട്ട് ഒരു 2 മാസം കൊണ്ട് തന്നെ ആന ശരീരം കയറി. മറ്റേ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ അന്നെന്തോ ഒരു ഒട്ടകൻ കറക്റ്റ്, അതായത് ഒരു തെങ്ങിൻ്റെ മറവിൽ ആന കാണില്ല, അത്രയും ക്ഷീണിച്ചു. അപ്പോൾ അന്ന് എല്ലാവരും എതിർത്തു. ഇതിനെ കണ്ടപ്പോൾ, ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇത് കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ പറയാം. ഞാൻ എൻ്റെ ഒരു വാശിക്ക് എടുത്തു കൊടുന്നു. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ ഏറ്റവും ഫാൻസ് കൂടിയ പിടിയാനായി. സാധാരണ ഈ ആനേനെ വളർത്തുന്നവർക്ക് എപ്പോഴും നെഗറ്റീവ് സൈഡ് എപ്പോഴും പറയാറുണ്ട്. ആനയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഭക്ഷണം വേണം, അതുപോലെ ഒരുപാട് കെയറിങ് വേണം. ഇപ്പോൾ താങ്കൾ കണ്ടപ്പോൾ തന്നെ വളരെ അവിശ്വാസസ്ഥിതിയിലാണ്. അപ്പോൾ ഈ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഷോക്കൊക്കെ വേണ്ടി വളർത്തുന്നതിനൊക്കെ ചെയ്യുന്നത് ഒരു കെയറിങ് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. താങ്കൾ വളരെ വ്യത്യസ്തമായിട്ട് ഓൺലൈനിലാണ് ഫുള്ള് കാണിക്കുന്നത്. അതെ, അത് സംഭവം വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ ഇതൊരു ആനായിട്ടല്ലേ കാണും. എനിക്കിതിൻ്റെ മോളാണ്. അത് മാത്രം ഇപ്പം ആ ലോറിയിൽ തന്നെ അറിയാം. എനിക്ക് ഒരു മോനും ഒരു മോളുമാണ്. ഒന്നിൻ്റെ മോനും ആന സൗണ്ട് കൂടിയല്ലേ എന്നോടാ വിചാരിച്ചിട്ടേ. അല്ല നിങ്ങളെ ഇന്നോടാണ് വിചാരിച്ചിട്ട് നിങ്ങളെ നേരത്തെ തിരിഞ്ഞാറ മനസ്സിലാവുമെന്നോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, അപ്പൊ നമ്മളെ ലോറിമേ എന്റെ മോൻ്റെതും ഇവളെ പേരുമാണ് കൊടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഞാൻ തന്നെ ഫുള്ള് കൈകാര്യം ചെയ്തു. സെക്കൻഡ് ഇവനെ വരാൻ പറ്റും. അപ്പൊ കൂടെയുള്ള നമ്മളെ ഡ്രൈവർക്ക് നമ്മളെ കൂടെ ഇറക്കേണ്ട ഒരാൾക്കും ഞാൻ ഇല്ലെങ്കിൽ വരാൻ പറ്റും ഓടിക്കുക. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ആനക്ക് നമ്മളെ രക്ഷപ്പെടുത്തി നന്ദി എപ്പോഴും. പിന്നെ ആന ഞാൻ പറഞ്ഞില്ല എവിടെയും കയറ്റി നിർത്താം. നിങ്ങൾ കണ്ടല്ലോ വേറെ ഏത് ആനയാണ് ഇപ്പോൾ അവിടെ ഒരു വട്ടം തിരിക്കും ആ സൗണ്ടും. കാരണം ആന ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറുന്നത്. ആനക്ക് ആ ടൈൽസ് പൊട്ടുന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. വേറെ പിന്നെ ഇവിടെ വെറുതെ എന്താ വെച്ചാൽ ഒരു അപ്പാന് പേടിയില്ല. കാരണം ഒട്ടുമിക്ക ആനക്കും കുതിരാളെ പേടി. ഇതിൻ്റെ ഈ ആനൻ്റെ തറി എന്ന് പറഞ്ഞാൽ 6 കുതിരൻ്റെ ഫ്രണ്ട് കൂടി വേണം പോകാൻ. അപ്പം നമ്മളെ കൊമ്പനാന വലിയ കൊമ്പനാ. മൂപ്പര് പോവോളം, അതായത് എൻ്റെ അടുത്തൊരു 3 കൊല്ലം നിന്നിട്ട് മൂപ്പര് പോവോളം ആനക്ക് കുതിരാളെ പേടി മാറിയിട്ടില്ല. ഇവളാ ക്ഷീണിച്ച് വന്ന കാലത്തെ കുതിരാളെ കൂട്ടി കൂട്ടാൻ ചെല്ലും. അങ്ങനെ ഇതൊരു പ്രാവശ്യം കുതിര കടിച്ചതാണ്. പിന്നെ ആക്ക് പേടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടിച്ചിട്ടും കുത്തിയിട്ടും ഇവിടെ മേക്കാൻ. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.